യുഎസിലേക്ക് പോകും മുമ്പ് മലയാളികളുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ മനസ്സില്ലാ മനസ്സോടെ വീട് വിറ്റു. വാങ്ങാനെത്തിയ ആളോട് ഒറ്റ കണ്ടീഷനെ പറഞ്ഞുള്ളൂ, ആ നിൽക്കുന്നത് എന്റെ അമ്മ നട്ട മാവ, അത് വെട്ടരുത്. ആദ്യം വാങ്ങിയ താജുദ്ദീനും പിന്നീട് കൈമാറി കിട്ടിയ നാസറും ആ വാക്ക് അക്ഷരം പ്രതി കേട്ടു. കാര്യം പിടികിട്ടിയിട്ടാണോ എന്തോ മുത്തശ്ശി മാവ് വീടിനകത്ത് പറ്റാവുന്നിടത്തൊക്കെ കൈനീട്ടി പടർന്നു. ഫോട്ടോ വെച്ച് ബീച്ചിനടുത്ത് കാറ്റ് കൊണ്ടിരിക്കാൻ എത്തുന്നവർക്ക് നേരെ പ്രിൻസസ് സ്ട്രീറ്റിലെ ദാസേട്ടന്റെ വീട്ടിലേക്ക് വരാം. ഹൗസ് ഓഫ് യേശുദാസ് എന്ന പേരിൽ നല്ല കിടിലൻ കഫേ കം ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ വീട്. വലിയ ഫുൾ വൈറ്റുള്ള വീടായിരുന്നു. പിന്നെ മതിലുകളെല്ലാം സംഗീതത്തിന്റെ കോഡുകളായിരുന്നു. പിന്നെ ഗേറ്റ് ആണെങ്കിൽ ഭരതനാട്യത്തിൻ്റെ ഇതും പിന്നെ ചെണ്ട, തബല അങ്ങനെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇതായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ഒരു സംഗീതജ്ഞന്റെ വീടായിട്ടാണ് അത് ഉണ്ടായിരുന്നത്. അവസാനം ഈ കോവിഡിന് മുമ്പ് വന്നിരുന്നു. അപ്പോൾ യേശുദാസിന്റെ അമ്മ നട്ട മാവുണ്ട്, അതിൽ മാങ്ങ എടുത്തുകൊണ്ട് പോവായിരുന്നു. യേശുദാസിന്റെ മാതാവ് എലിസബത്തിന്റെ അമ്മ വീടായിരുന്നു മാളിയേക്കൽ തറവാട്. നാട്ടിലുള്ളപ്പോൾ അമ്മ വീടും മാവിൻ ചോടുമെല്ലാം അദ്ദേഹം ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ദാസേട്ടന്റെ വീട്ടിലേക്ക് കൗതുകത്തോടെ കയറി വരുന്നവരെ സ്വീകരിക്കുക ഇവിടുത്തെ ക്ലാസിക് ഇന്റീരിയറും മുത്തശ്ശി മാവിന്റെ ചില്ലകളുമാണ്. അപ്പോൾ എങ്ങനാ നമ്മുടെ ദാസേട്ടൻ ജനിച്ചു വളർന്ന ആ ശബ്ദം മുഴങ്ങി കേട്ടിരുന്ന വീടകം ഒന്ന് കാണണ്ടേ? അവിടെ ഒരു ദിവസം താമസിക്കണ്ടേ?